ഒരുപാട് പേർ നമ്മളോട് കമൻറ്റിലൂടെയും മെസ്സേജ് ചെയ്തുമൊക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു RCCB പ്രൊട്ടക്ഷൻ വീടുകളിലെ ഇൻവെർട്ടർ സപ്ലൈക്കും നോർമൽ സപ്ലൈക്കുമായി എങ്ങനെ ചെയ്യാമെന്ന്. അത് സാധാരണഗതിയിൽ ഒരു ഒറ്റ ഉത്തരം എന്നാൽ 2 RCCBകൾ 2 സപ്ലൈക്കും, അതായത് നോർമൽ സപ്ലൈക്കും ഇൻവെർട്ടർ സപ്ലൈക്കുമായി കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ പല വീടുകളും, അതായത് ഒട്ടുമിക്ക എല്ലാ വീടുകളും എന്ന് വേണമെങ്കിൽ പറയാം, സിംഗിൾ ഫേസ് സപ്ലൈ ആണ് ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ സിംഗിൾ ഫേസ് സപ്ലൈ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ കോമൺ ന്യൂട്രലാണ് സാധാരണ വലിക്കാറ്. അപ്പോൾ അങ്ങനെ കോമൺ ന്യൂട്രൽ വലിച്ച വീടുകളിൽ ഒരിക്കലും നമുക്ക് 2 RCCB പ്രൊട്ടക്ഷൻ ഈ 2 സപ്ലൈക്കുമായി കൊടുക്കാൻ പറ്റില്ല. കാരണം RCCB ട്രിപ്പാകും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കോമൺ ന്യൂട്രൽ വലിച്ചിരിക്കുന്ന വീടുകളിലും ഈ ഇൻവെർട്ടർ സപ്ലൈക്കും നോർമൽ സപ്ലൈക്കും എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ കൊടുത്ത് എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു സംശയമായിരുന്നു ഒരുപാട് പേരും ചോദിച്ചിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സംശയം വന്നപ്പോൾ നമ്മളും അതിനെപ്പറ്റി കുറച്ച് പഠിക്കുകയും അത്തരത്തിൽ കുറേ പേരോടൊക്കെ നമ്മളും നമ്മുടെ സംശയങ്ങളും നമ്മുടേതായ കുറേ ഡിസൈൻ ഐഡിയകളും ഒക്കെ പറഞ്ഞിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുകയും ആ ഒരു സർക്യൂട്ടാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സർക്യൂട്ട് നിങ്ങൾ തീർച്ചയായും മുഴുവനായും കാണണം. അതുപോലെ ഈ ഒരു സർക്യൂട്ട് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം അത് എല്ലാവർക്കും ആവശ്യമാണ്. നമുക്കാണെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നവർക്കാണെങ്കിലും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ടൊരു വയർ ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ ആണെങ്കിലും എല്ലാവർക്കും അത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ട് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ട്, അതല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുമെങ്കിൽ വർക്ക് ചെയ്യുമെന്ന്, അല്ലെങ്കിൽ ഇതെന്തെങ്കിലും പോരായ്മയുണ്ടെന്നും അതിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. ഇതാണ് ഒരു നോർമൽ സപ്ലൈക്കും ഇൻവെർട്ടർ സപ്ലൈക്കും പ്രൊട്ടക്ഷൻ, അതായത് RCCB പ്രൊട്ടക്ഷൻ നൽകാനായി ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ടിൻ്റെ മാതൃക. ഇതൊരു 12 dB ഉപയോഗിച്ചാണ് ഈ ഒരു സർക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ശ്രദ്ധിച്ചാൽ കാണാം, ഒരു 4 പോളിൻ്റെ ഒരു RCCB ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 3 ഫേസ് RCCB സിംഗിൾ ഫേസ് സപ്ലൈ ഉപയോഗിച്ച് വയർ ചെയ്താണ് ഈ ഒരു സർക്യൂട്ട് സാധ്യമാകുന്നത്. അത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ kseb അല്ലെങ്കിൽ നോർമൽ സപ്ലൈ ആയി വരുന്ന ഫേസും ന്യൂട്രലും 4 പോൾ RCCBയുടെ ഒരു പോളിലും അതേ ഫേസ് തന്നെ ലൂപ്പ് ചെയ്ത് മറ്റൊരു പോളിലും കൊടുക്കുന്നു. അതുപോലെ ന്യൂട്രൽ കോമൺ ന്യൂട്രലായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ബാലൻസ് വരുന്ന മൂന്നാമത്തെ പോളിലേക്ക്, അതായത് ഒരു പോളും കൂടെ നമുക്കപ്പോൾ ഫേസ് കണക്ട് ചെയ്യാൻ കാണും. അവിടേക്ക് ഇൻവേർട്ടറിൻ്റെ ഔട്ട് വരുന്ന ഫേസ് നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു RCCB, അതായത് ഈ ഒരു 4 പോൾ RCCB 3 ഫേസ് സപ്ലൈ രീതിയിൽ വയറിംഗ് ആയി കഴിഞ്ഞു. പിന്നീട് ഈ ഒരു RCCBയുടെ ഔട്ട് നമ്മൾ ഓരോ MCBകളിലേക്കും, അതായത് നോർമൽ സപ്ലൈക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന MCBകളിലേക്കും ഇൻവെർട്ടർ സപ്ലൈക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന MCBകളിലേക്കും കണക്ട് ചെയ്യുന്നു. അതായത് ഈ ഒരു സർക്യൂട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ നോർമൽ സപ്ലൈ ആയി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് റെഡ് കളറിലുള്ള ഒരു ലൈനാണ്. ഈ ലൈൻ നമ്മുടെ RCCBയിൽ കണക്ട് ചെയ്യുകയും അവിടെ നിന്ന് തിരിച്ച് അടുത്തൊരു പോയിന്റിലേക്ക് നമ്മൾ ലൂപ്പ് ചെയ്ത് എടുത്തിരിക്കുകയും ചെയ്യുന്നു. അടുത്തത് ഇൻവെർട്ടർ കണക്ഷനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു യെല്ലോ നിറത്തിലുള്ള ലൈനാണ്. ആ ഒരു യെല്ലോ നിറത്തിലുള്ള ലൈൻ വന്നിരിക്കുന്നത് ഇൻവെർട്ടറിൻ്റെ ഔട്ടായിട്ട് വന്ന് RCCBയുടെ മറ്റൊരു പോളിലേക്ക് കയറിയിരിക്കുന്നു. അപ്പോൾ ഒരു 3 ഫേസ് സപ്ലൈ എന്ന രീതിയിൽ ഇപ്പോൾ ഈ RCCBയിലേക്ക് സപ്ലൈ കിട്ടിയിരിക്കുന്നു. ന്യൂട്രൽ കോമൺ ആയും എടുത്തിരിക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ ഔട്ട് നോക്കുകയാണെങ്കിൽ നോർമൽ സപ്ലൈയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഔട്ട് വന്ന് 3 MCBകളിലേക്ക് കൊടുത്തിരിക്കുന്നു. ഈ MCBകളുടെ ഔട്ട് നോർമൽ സപ്ലൈ ആവശ്യമായിട്ടുള്ള ഡിവൈസുകളിലേക്ക് പോവുകയും അടുത്ത ഒരു സർക്യൂട്ട് നമ്മളെടുത്ത് ഒരു നോർമൽ സപ്ലൈ ആയിട്ട് ഉള്ള ഒരു MCBയിലേക്ക് കണക്ട് ചെയ്യുകയും അതിൻ്റെ ഒരു ഔട്ട് എടുത്ത് നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് സപ്ലൈ ആയിട്ടും കൊടുത്തിരിക്കുന്നു. പിന്നീട് ഇൻവെർട്ടർ സപ്ലൈയുടെ MCBകളിലേക്ക് നമ്മൾ ഇൻവെർട്ടർ സപ്ലൈ കണക്ട് ചെയ്ത് അതേ പോളിൽ നിന്ന് എടുത്തുകൊണ്ട്, അതായത് RCCBയുടെ മറ്റേ എൻഡിലുള്ള പോളിൽ നിന്ന് എടുത്തുകൊണ്ട് ഇൻവെർട്ടർ സപ്ലൈക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന 3 MCBകൾക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് നമ്മൾ ഓരോ ഈ ഇൻവെർട്ടർ സപ്ലൈ ആവശ്യമായിട്ടുള്ള ഡിവൈസുകളിലേക്ക് സപ്ലൈ കൊണ്ടുപോകുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു നോർമൽ വയറിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ന്യൂട്രൽ കോമൺ ആയതുകൊണ്ട് തന്നെ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് KCBയിൽ നിന്ന് എടുക്കുന്ന അതേ ന്യൂട്രൽ തന്നെ മതി ഇവിടെ ഉപയോഗിക്കാൻ. അതായത് ഇപ്പോൾ ഈ KCBയിൽ നിന്ന് എടുക്കുന്ന ഈ ന്യൂട്രൽ ഈ RCCB കണക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഔട്ട് നമ്മൾ ന്യൂട്രൽ ലിങ്കിൽ എടുക്കുകയും അതേ ന്യൂട്രൽ ലിങ്കിൽ നിന്ന് തന്നെയാണ് ഇൻവെർട്ടറിന് ആവശ്യമായ ചാർജിങ്ങിന് ആവശ്യമായിട്ടുള്ള സപ്ലൈക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രലും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ന്യൂട്രൽ കോമൺ ആണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നിടത്തോളം
അങ്ങനെ സംഭവിക്കുന്നിടത്തോളം ഈ ഒരു RCCB ട്രിപ്പ് ആകാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അതായത് ട്രിപ്പ് ആകില്ല, കാരണം സെയിം ന്യൂട്രൽ തന്നെയാണ് സപ്ലൈ വരുന്നതുകൊണ്ട് തന്നെ. പിന്നെ നമുക്കറിയാം ഈ ഇത്തരത്തിലുള്ള 4 പോൾ RCCBകളിലെല്ലാം ഈ എല്ലാ പോളുകളിലും ചേർത്താണ് നമ്മൾ CT മൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്ലൈക്കകത്തുണ്ടാകുന്ന ചെറിയ ഡിഫറൻസുകൾ കൊണ്ടൊന്നും RCCB ട്രിപ്പ് ആകില്ല. എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള എർത്ത് ലീക്കേജ് ഇഷ്യൂസ് ഉണ്ടാകുകയാണെങ്കിൽ അത് തീർച്ചയായും RCCB ട്രിപ്പാകും. അപ്പോൾ ഇതൊരു സിമ്പിൾ വയറിംഗ് ഡയഗ്രമാണ് സത്യത്തിൽ ഇത്. എങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് വയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെർട്ടർ സപ്ലൈക്കും അതുപോലെ തന്നെ നമ്മുടെ നോർമൽ സപ്ലൈക്കും RCCBയുടെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന രീതിയിൽ എർത്ത് ലിങ്ക് നമുക്ക് ഇവിടുന്ന് കണക്ട് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ നമ്മൾ ഈ കണക്ട് ചെയ്യുന്നതിൻ്റെ സമയത്ത് നമ്മൾ ഓരോന്നും കണക്ട് ചെയ്യുമ്പോൾ, അതായത് നമുക്കറിയാം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ വന്നിരിക്കുന്ന KCB സപ്ലൈ തന്നെയാണ് നമുക്ക് അതായത് ഇൻവെർട്ടറിനെ ചാർജ് ചെയ്യാനും എടുക്കുന്നത്. അതായത് ഇപ്പോൾ KCB സപ്ലൈ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന സപ്ലൈ RCCBയിൽ കൂടെ കയറി തന്നെയാണ് ബാക്കിയുള്ള MCBകളിലേക്ക് പോകുന്നത്. അപ്പോൾ KCB സപ്ലൈ പോകുന്ന സമയത്ത് RCCB ഓഫ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെർട്ടർ സപ്ലൈയും കിട്ടില്ല. അതായത് എൻ്റെ മറ്റൊരു ഗുണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ ഇൻവെർട്ടർ സപ്ലൈക്കും നമ്മുടെ നോർമൽ സപ്ലൈക്കും ഒരേപോലെ ഉള്ള പ്രൊട്ടക്ഷൻ, അതായത് എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ ഈ ഒരു RCCB നൽകുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് വയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു സർക്യൂട്ട് എങ്ങനെയാണ് എന്നാണ് നമ്മളൊന്ന് പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ഒരു വീഡിയോ തീർച്ചയായും കാണണം. പിന്നീട് ഈ ഒരു സർക്യൂട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വിലയിരുത്തണം. അതിനുശേഷം എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളോ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ ഈ സർക്യൂട്ടിന് വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കാരണം നമ്മൾ ഇത് ഒരുപാട് പേരോട് അന്വേഷിച്ചതിന് ശേഷമൊക്കെയാണ് ഈ ഒരു സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് പലരും പറഞ്ഞതും പലരും കാണിച്ചു തന്നതുമായിട്ടുള്ള മെത്തേഡുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് നമ്മൾക്ക് ഡിസ്ക്രിപ്ഷനിലും അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിലുമൊക്കെ നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു സർക്യൂട്ടിൻ്റെ ഡയഗ്രാം നിങ്ങൾക്ക് ലഭ്യമാകും. ഇത് നോക്കിയതിന് ശേഷം നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ ഞങ്ങളുടെ ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്